കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങൾക്കായി ചെയ്ത നല്ല കാര്യങ്ങൾ ദോഷകരമായി ചിത്രീകരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി കെ.സി. വേണുഗോപാൽ. 1800 കോടി രൂപയാണ് സുനാമി പുനരധിവാസത്തിനായി UDF ഗവൺമെന്റ് നൽകിയത്. എന്നാൽ ഭരണത്തിലിരിക്കുമ്പോൾ സുനാമിയുടെ പേരിൽ നയാ പൈസ പോലും LDF ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ലെന്നും കെ.സി. പറഞ്ഞു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തോടുള്ള സമീപനം മൂലം ഏകദേശം 1800 കോടി രൂപയാണ് സുനാമി പുനരധിവാസത്തിന്റെ പേരിൽ നൽകപ്പെട്ടത്. ഗവൺമെന്റ് മാറി, UDF ഗവൺമെന്റ് മാറി, LDF വന്നപ്പോൾ 5 കൊല്ലക്കാലം ആ കാശിന്റെ മേൽ അടയിരുന്ന് അവർക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു. നമ്മൾ സമരം ചെയ്തിട്ടാണ് ഈ പറഞ്ഞ പോലെ പല വീടുകളും ആനുകൂല്യങ്ങളും കൊടുക്കാൻ സാധിച്ചത്. ഇടതുപക്ഷം മുന്നണി ഒരു നയാ പൈസ സുനാമിയുടെ പേരിൽ കൊടുത്തിട്ടില്ല. 5 കൊല്ലം കേരളം ഭരിച്ച് ഇടതുപക്ഷ മുന്നണി പൈസ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത 1800 രൂപയിൽ നിന്നും കൈയിട്ട് വാരാനാണ് അന്ന് ഇടതുപക്ഷ മുന്നണി ശ്രമിച്ചത്. തീരപ്രദേശത്ത് നിവർന്നു കിടക്കുന്ന വീടുകളുണ്ടെങ്കിൽ അത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലായാലും ആറാട്ടുപുഴയിലായാലും തൃക്കുന്നപ്പുഴയിലായാലും തീരദേശത്ത് ഉയർന്നു കിടക്കുന്ന വീടുകൾ അമ്പലപ്പുഴയിലടക്കം സുനാമിയുടെ പേരിൽ നടക്കുന്ന വീടുകൾ കേന്ദ്ര ഗവൺമെന്റ്, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കൊടുത്ത തുകയുടെ ഫലമായിട്ടാണ്. അത് ഔദാര്യമാണെന്ന് ഞാൻ പറയാം. കൊടുക്കേണ്ട അത്യാവശ്യമായിരുന്നു, കുറച്ചുകൂടെ കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ്. കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കൺവെൻഷൻ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുനാമിയുടെ പേരിൽ നയാ പൈസ പോലും LDF കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, UDF സർക്കാർ അനുവദിച്ച ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൈയിട്ട് വാരാനാണ് ഭരണത്തിലിരുന്നപ്പോൾ LDF ശ്രമിച്ചതെന്നും കെ.സി. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ആലപ്പുഴ ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷനിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് MV സാംഭവൻ അധ്യക്ഷത വഹിച്ചു.